വാങ്ങിച്ചില്ലായിരുന്നോ? ഇത് മുരിങ്ങക്കോല് അല്ല മുരിങ്ങയുടെ ഇല കൊണ്ട് കറി വെക്കാൻ. മുരിങ്ങയുടെ ഇലയും ചക്കക്കുരു അതിന് തന്നാ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുഞ്ഞാപ്പിക്ക് ഇന്ന് പഠിത്തം ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ കുഞ്ഞാപ്പി എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സമയം കൃത്യമായിട്ട് നോക്കിയില്ല. അപ്പോൾ എന്താണെങ്കിലും ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് അപ്പോൾ ഞാൻ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മുടെ മുരിങ്ങയില ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുരിങ്ങയില വെച്ചിട്ട് ഇന്ന് ചക്കക്കുരുവൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണ് രാവിലെ വെക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്തുന്ന മുരിങ്ങയിലയും ചക്കക്കുരുവും നല്ലതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ആ മുരിങ്ങയുടെ ഒരു കമ്പ് ഒടിച്ചെടുത്തതാണ്. ഇതൊരുപാടുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇത്രയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കെന്താ ഒരു തോരൻ വയ്ക്കുകയോ പിന്നെ പിന്നെ ഇതൊക്കെ സാധാരണ അങ്ങനെ കൂടുതൽ കറിയായിട്ടൊന്നും വെക്കാറില്ല. തലയിൽ അരച്ച് തേക്കാറൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് ഓർത്തു. ഞാനിത് മുടിയിലൊക്കെ തൂക്കും, നല്ലതല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ പ്രഗ്നൻസിയിലെ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇതുവഴി റോട്ടിൽ കൂടി പോകുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെ പറിച്ചിട്ട് കറിയൊക്കെ വെക്കടി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ശരി എന്നാൽ ഇന്നിപ്പോൾ കറി വെച്ചേക്കാമെന്ന് ഓർത്തു. അങ്ങനെ ആ മുരിങ്ങയുടെ ഇല പറിച്ചെടുക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. നേരെ അടുക്കളയിൽ ചെന്നിട്ട് കോവയ്ക്കാത്തോരനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ പുറം വിലയ്ക്ക് അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അരി അടുപ്പത്ത് ഞാൻ ഇന്നലെ തന്നെ രാത്രി തന്നെ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി രാവിലെ ആകുമ്പോഴത്തേക്കിനും ബാക്കി ഒന്ന് തിളപ്പിച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതിയല്ലോ. മറ്റേ ഗ്യാസിലല്ലേ എല്ലാം ഞാൻ ചെയ്യുന്നത്, പുറത്ത് നമുക്ക് അടുപ്പില്ല. അപ്പോൾ ഗ്യാസിൽ തന്നെ ആകുമ്പോഴത്തേക്കിനും ഞാൻ രാവിലെ എന്നിട്ടിട്ട് അരി അടുപ്പത്തിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേവത്തില്ല. മറ്റേ ചാക്കരി അല്ലല്ലോ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരി ആയതുകൊണ്ട് വേവ് കൂടുതലുണ്ടാകും. അപ്പോൾ ഞാൻ രാത്രി തന്നെ പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പകുതി വെന്ത് വരാനായിട്ടുള്ള സമയം മതി. ആ സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് കോവയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മുരിങ്ങയുടെ ഇല ഊരിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഊരിയെടുക്കുകയാണ്. അപ്പനും മക്കളും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞാപ്പിക്ക് പഠിത്തമില്ലാത്ത ദിവസമാണ് കേട്ടോ. ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം കുഞ്ഞാപ്പിക്ക് പഠിത്തമില്ല. മണിക്കൂറിന് പക്ഷേ ശനിയാഴ്ച പഠിത്തമുണ്ട് കേട്ടോ. 2ാം ശനിയാഴ്ച മാത്രമേ അവന് അവധിയുള്ളൂ. പപ്പയ്ക്കാണെങ്കിൽ ജോലിക്ക് പോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകണം കേട്ടോ പോകുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങിയേനെ. പിന്നെ എനിക്ക് തീരെ വയ്യാത്ത ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞാപ്പിക്ക് പഠിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പിന്നെയും നിർബന്ധമായിട്ട് എഴുന്നേറ്റ് വയ്യെങ്കിലും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. കാരണം അവൾക്ക് ചോറ് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകാത്ത ദിവസങ്ങൾ എനിക്ക് തീരെ പറ്റാത്തൊരു ദിവസമൊക്കെ ആണെങ്കിൽ പപ്പ പുറത്തുനിന്ന് കഴിക്കും കേട്ടോ. പുറത്തുനിന്ന് ചോറ് വാങ്ങിക്കും. പക്ഷേ ഇന്ന് ഇച്ചിരി ദൂരെയാണ്, എപ്പോഴും പോക്കൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ടും ഒക്കെ ഞാൻ പിന്നെ എഴുന്നേറ്റു. അല്ലെങ്കിൽ ഇന്ന് നേരത്തെ എഴുന്നേക്കത്തില്ലായിരുന്നു, വയ്യായിരുന്നു. ഉറക്കം പോയില്ല, നല്ലതായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വിസിലടിച്ചു കേട്ടോ. അതെല്ലാം ഞാൻ രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് പെറുക്കി വെക്കും കേട്ടോ. അതേ പപ്പ ഒന്ന് ഒളിഞ്ഞ് നോക്കുവാണ്. ഈ സമയം കൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് എന്താ അവിടെ പരിപാടി, അങ്ങനെ ഒന്ന് നോക്കിച്ച് പോകണതാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ തേങ്ങ അരയ്ക്കണം. ചക്കക്കുരു അവിടെ റെഡി ആയല്ലോ, വെന്ത് ഞാൻ വേവിച്ച് മാറ്റി വെച്ചു. ഇനിയിപ്പം അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരുക്കുവാണ്. ഇനി ഞാൻ പാല് വെക്കാൻ പോവായിരുന്നു കേട്ടോ. ചായ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പപ്പ എന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ചായ കൊടുക്കണം. അപ്പോൾ ഞാൻ ചായ അടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ കോവയ്ക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കോവയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ച് നല്ലപോലെ എണ്ണയിൽ നല്ലപോലെ മുരിച്ചിങ്ങെടുത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരുവിനും മുരിങ്ങയിലേക്കും കൂടിയുള്ള അരപ്പ് ഞാൻ റെഡിയാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാടങ്ങ് ഉടഞ്ഞു കൊണ്ട് നമുക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ്. കടുക് പൊട്ടിച്ചിട്ട് സവാള ഇട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സവാള കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ.
സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ള മുരിങ്ങയുടെ ഇല ഞാൻ കൈകൊണ്ട് തന്നെ പിച്ചി ചീന്തിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പിച്ചി ചീന്തിയിട്ടിട്ട് അതൊന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട്, വളരെ കുറച്ച് ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി നമ്മുടെ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടി എടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറണം. അന്നേച്ച് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോഴാണ് മുളക് പൊടി ഇടുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇച്ചിരി ഒന്ന് മുളക് പൊടി ഇടാൻ മറന്നുപോയി. അല്ലെങ്കിൽ നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ മുളക് പൊടി ഇട്ടാലും മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ ചക്കക്കുരുവും കൂടി വേവിച്ചത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുറുക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പം എനിക്കിത് മതിയാവും. ഞാൻ ഇത് നേരെ കുക്കറിലിട്ട് തന്നെ മാറ്റിയിട്ടു. എനിക്ക് ആ ഒരു പാത്രം മീൻ വറക്കാൻ വേണമായിരുന്നു. ഉണക്ക സ്രാവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സമയം കുറേ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തു നിന്നിട്ടുണ്ടെങ്കിൽ പപ്പയുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇനി പപ്പ ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറേ സമയം അങ്ങ് പോയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ മക്കൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ പിന്നെ എന്നാൽ മക്കൾ രണ്ടുപേരും കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് എന്നാൽ മിറ്റവും പെരക്കായൊക്കെ അടിച്ചിട്ടേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ പോകുന്നതിന് മുമ്പ് പപ്പയ്ക്ക് ദോശ ചുട്ടു കൊടുത്തു, ചമ്മന്തി അരച്ചു. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ തന്നെ ചെയ്യേണ്ട. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ പണികളും എല്ലാം ചെയ്യണം. അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ തന്നെ ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും തന്നെത്താൻ ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഈ ക്യാമറ കൊണ്ട് നടക്കണ്ടേ. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീട് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഈ കാണുന്നൊരു ഭാഗത്തുണ്ടല്ലോ, ആ ഒരു കടയുടെ വാതിക്കൽ 24 മണിക്കൂർ ആളുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ മിറ്റടിക്കാനായിട്ട് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ വൈകുന്നേരമൊക്കെ ആയിരുന്നു മിറ്റടിയും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ എന്താണ് അവിടെ ആളുകളില്ല കേട്ടോ. കൂടുതലും അവിടെ ആളുകളുണ്ടായിരിക്കും. അവിടെ ഒരു ഗേറ്റ് ഈ ഇടയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വശത്ത് ഇപ്പം അധികം ആളുകളുടെ ഇരുത്തമില്ല. ഇതിപ്പോൾ ഒരുപാട് സ്പീഡിലിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ക്യാമറയും കൂടെ കൊണ്ട് നടക്കണ്ടേ. അങ്ങനെ എൻ്റെ മക്കളെ രണ്ടുപേരും എഴുന്നേറ്റ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് രണ്ടുപേരും എഴുന്നേറ്റില്ല വന്നു. അപ്പം ചായ കുടിച്ചേക്കാമെന്ന് ചായ കുടിച്ച് വന്നപ്പോഴത്തേക്കും രണ്ടുപേരും എഴുന്നേറ്റ് വന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. കാർട്ടൂണൊക്കെ കണ്ട് പിന്നെ ഞാനും കൊച്ചുങ്ങളും ഒരുമിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് കൊഞ്ചിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന് പിന്നെ കുഞ്ഞാപ്പിനെ പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ മണിക്കൂട്ടൻ്റെ പല്ല് തേപ്പ് അവൻ തന്നെ പല്ല് തേക്കത്തിൽ നമ്മൾ തേച്ച് കൊടുക്കണം. അവൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അവൻ്റെ പല്ല് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇനി നേരെ ദോശ ഇടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോഴേ ചൂടോടുകൂടി കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അവർ നേരെ ടിവിയുടെ മുമ്പിലിരിക്കുകയാണ് കേട്ടോ. കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ ദോശ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതെനിക്കുള്ള ദോശയാണ് ഇപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മണിക്കൂട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുക്കളയിലിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അമ്മ എടുക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ തോളത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ദോശ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കിന് മുരിഞ്ഞൊക്കെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ദോശയാണ് പിന്നീട് അങ്ങോട്ട് ചുട്ടു കൊടുത്തത് കേട്ടോ. പിന്നെ അവർക്കാണെങ്കിൽ അതിൻ്റെ പുറമെ 2 ചെവിയും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുത്തു. ഒരു ടെഡി ബിയർ പോലെ ആക്കി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെന്ത് വരണമല്ലോ, ആ സമയം കൊണ്ട് പാലൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സീനാണ്. ടെഡി ബിയർ പോലെ ഇതുപോലെ ചെവിയൊക്കെ വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അമ്മ ഇതെങ്ങനെയാണ് അമ്മ ഉണ്ടാക്കിയെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു സന്തോഷം. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇതുപോലെ ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചിന് ഭയങ്കര സന്തോഷമായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് നേരം വിശ്രമിക്കണം കേട്ടോ. എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 2 പേരെയും കുളിയെല്ലാം കഴിഞ്ഞ് മണിക്കൂറിന് നഴ്സറി കൊണ്ടുവിടാൻ പോവാണ്. അട്ടേനെ കണ്ടില്ലേ? എന്തിയാ എവിടെയായിരുന്നു? അവിടെ ഉണ്ടായിരുന്നോ? വണ്ടിയുടെ അടുത്തുണ്ടായിരുന്നോ അട്ടാ? ഇപ്പൊ എന്തിയേ? അട്ട പോയോ? പോട്ടെ, നമുക്ക് പോവാം. നഴ്സറി പോവാം. മണിക്കൂറിന് അവിടെ എവിടെയോ ഒരു അട്ടയെ കണ്ടു കേട്ടോ. അതായി പറയുന്നത്. ആണോ? ഓടി വീഴല്ലേ. ഇതെന്തിനീ ബോക്സും കൈ പിടിച്ചോണ്ട് കിടക്കണേ? ചുമ്മാ അവിടെ കൊണ്ട് കളയാൻ. മുഖത്തെല്ലാം പൗഡറാണല്ലോ. മണിക്കൂറിൻ്റെ ആണോ അത്? എന്തോ പാർക്കിൽ അങ്ങനെ ചാടി വീഴുവോ? ആന ഏതാ? ആനേനെ കാണിച്ചേ. ആനയാണോ? അതാണോ? അതെന്നാ അത്? ആന
ഓ കളഞ്ഞോ? എൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ വയറൊന്ന് ഇതാ നോക്കുക. ഇതൊരു മെയിൻ പരിപാടിയാണ് ഇവിടെ വരുമ്പോഴത്തേക്കിനും. ഐസ്ക്രീം വണ്ടി ഉണ്ടാക്കുവാണോ? അതെ, ഒന്നൊരു ഐസ്ക്രീം വണ്ടി ഉണ്ടാക്കിയേ. ഐസ്ക്രീം വണ്ടി ഉണ്ടാക്കിയേ. എന്തോ ഞാപ്പാ ഓയ്യോ എല്ലാം മേടിച്ചിട്ട് വരാട്ടാ. വീഴും വീഴും. ടാറ്റാ. ജ്യൂസ് മേടിച്ചോണ്ട് വരാട്ടാ. പിന്നെ എന്നാ വേണ്ടേ? ജ്യൂസ് മേടിച്ചോണ്ട് വരാട്ടാ. ഇങ്ങനെ മിഠായി, ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെ കുറേ ലിസ്റ്റെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നഴ്സറി പോകുമ്പോഴത്തേക്കിനും തിരിച്ചു പോരാൻ നേരത്ത് അവൻ പറയുന്നതാണ് ഇനി ഇന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മണിക്കൂറിനെ അവിടെ ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊന്ന് കീറിയിട്ടാണേ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പി പിന്നെ വരത്തില്ല. അവൾ അപ്പൂസിൻ്റെ അടുത്ത് പോയി. ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു.